എത്ര വർഷമായിട്ടുണ്ടാവും നിങ്ങൾ? ഇപ്പോൾ 20 വർഷം. 27. ഇതിനിടയ്ക്ക് എത്ര മയ്യത്തുകൾ, ബോഡികൾ നിങ്ങൾ? 16-17 മണിക്ക്. പിന്നെ ഇത്രയും ആളെ മയ്യത്ത് കയറ്റിവിട്ട് ഓരോ കുടുംബക്കാരോ ഓരോ ബന്ധക്കാരോ ഒന്നും ഇതിൽ പ്രതികരിക്കില്ല. ഇത് സത്യം അറിയുന്നവർക്കുണ്ട്. ഒരു ഡെഡ് ബോഡിക്ക് വേണ്ടി വരുന്ന ചിലവുകളേക്കാൾ വളരെ കൂടുതൽ തുക താങ്കൾ കൈപ്പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബോഡി നാട്ടിലെത്തിക്കാൻ എത്ര ചിലവ് വരും? ഇവിടെ എത്തൂല, ഇത് അവിടെ നിൽക്കും. പിന്നെ ഹിന്ദുക്കളായാലും ക്രിസ്ത്യൻസ് ആയാലും ഇതിനൊക്കെ അവിടെ മറവ് ചെയ്യണമെങ്കിൽ പൈസ വേണം. ഇവിടെ കൊണ്ടുവരണമെങ്കിൽ പൈസ വേണം. ഈ ലിവറും മൊത്തം കിഡ്നിയും ബ്ലഡൊക്കെ എടുത്തിട്ടാണ് എംബാം ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ കിട്ടിയോ? ഇവർ ഒരു മുക്കത്തുള്ള സ്വദേശി ഒരുത്തർ പൈസ കൊടുത്തിട്ട് പെരുന്തമണ്ണ എടുത്തിട്ട് കൊണ്ടായത് പിടിപ്പിച്ച് ഇതുവരെ ആൾക്കാർ ഇരുന്നല്ലോടും പൈസ വാങ്ങില്ല. അപ്പോൾ ഞാൻ ഇവർ വീഡിയോ വിട്ടതിന് ശേഷം ഞാനിത് പോകില്ല. എന്തിനാ പറയുന്നത്, നമ്മൾക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? ഇവിടെ ഞാൻ പോകില്ല. ഞാൻ പറയുമ്പോൾ പൈസ ചെയ്യുന്നത് ഒരു ഇന്ത്യൻ എംബസി ഇന്ത്യൻ്റെ പ്രധാനത്തിൻ്റെ പവറാണ്. അതാണുള്ള അംബാസഡർ തന്നെ. ഒരു വിവരവും വെള്ളിയാഴ്ച ഇല്ലാത്ത ആളുകളൊന്നല്ല, ഒരു നല്ല ബുദ്ധിയും വിവരവും പഠിച്ച് നല്ല ഉന്നത സ്ഥാനത്ത് ഇരിക്കുമല്ല. ഒന്നോട് ഒരു അംബാസഡർ പറഞ്ഞതാണോ 28 സ്റ്റേറ്റ് ഉണ്ട് ഇന്ത്യയിൽ, ഒരു മലയാളം സ്റ്റേറ്റ് അല്ല. ഓരോ വാക്കിന് ആരും വില എത്തുന്ന ചോദിച്ചു. ഇവരിതന്നെ ഇവരാരും പ്രതികരിക്കുന്നില്ല. അതാണ് പ്രശ്നം. ഇത് അഷ്റഫ് താമരശ്ശേരി നിരവധി വർഷങ്ങളായി UAE കേന്ദ്രമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം എല്ലാവരും ജീവിക്കുന്ന ആളുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അഷ്റഫ് താമരശ്ശേരി പരേതാത്മാക്കളെ ആണ് ശ്രദ്ധിക്കുന്നത്. മരിച്ചവരുടെ ഭാഗധേയമാണ് നിർണ്ണയിക്കുന്നത്. മരിച്ചവരുടെ ഡെഡ് ബോഡി നാട്ടിലെത്തിക്കുക എന്ന പ്രവാസികളുടെ വളരെ പ്രയാസമേറിയ ഏറ്റവും സങ്കീർണമായ ഒരു വിഷയത്തെ എത്ര സുതാര്യമായി കൈകാര്യം ചെയ്യാൻ പറ്റും എന്നത് പഠിച്ച് മനസ്സിലാക്കി അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു മഹാത്മാവ് കൂടിയാണ്. എല്ലാവർക്കും സുപരിചിതനാണ്. സ്വന്തമായി അദ്ദേഹത്തിന് പലതരം ബിസിനസ്സുകളുണ്ട്. അതിൻ്റെ കൂടെ അദ്ദേഹം ആ ബിസിനസ്സുകൾ നഷ്ടപ്പെടുത്തി പോലും ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. എത്ര വർഷമായിട്ടുണ്ടാവും നിങ്ങൾ? ഇപ്പോൾ 20 വർഷം. 27. ഇതിനിടയ്ക്ക് എത്ര മയ്യത്തുകൾ, ബോഡികൾ നിങ്ങൾ? 16-17 മണിയത്ത് കയറ്റി വിട്ടു. അത് കയറ്റി വിട്ടു. അവിടെ എത്ര എണ്ണം കറക്റ്റ്? 17,000 ആയിട്ടോ? 16,600 2026. 16,600, 17,000 ഡെഡ് ബോഡികൾ. അതൊരു ചെറിയ കാര്യമല്ല. അത് വളരെ ബൃഹത്തായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവാസികൾക്കുണ്ടാകുന്ന പലതരം പ്രശ്നങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മരണം എന്നത്. മരണമല്ലാത്ത പ്രശ്നങ്ങളും ഉണ്ട്. എന്നാൽ മരണം എന്നതിലാണ് ആ ഒരു പ്രക്രിയയിലാണ്. അതിൽ UAE അധികൃതരുമായിട്ട് സഹകരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ദുബായിൽ അധികൃതർ അദ്ദേഹത്തിന് വളരെ സപ്പോർട്ടാണ്, പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബേസിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 16,600 മനുഷ്യാത്മാക്കളെ അവരുടെ കുടുംബത്തിനോട് അവസാന അവസാന ക്രിയകൾ ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് ഏതൊരു കുടുംബത്തിനും വളരെ മനസ്സമാധാനം ഉണ്ടാക്കുന്ന, സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. മരണത്തിൻ്റെ ദുഃഖം ഇങ്ങനെയാണ്, ഈ ഒരു സന്തോഷം പകർന്നാണ് പരിഹരിക്കാൻ കഴിയുക. അത് മനസ്സിലാക്കി വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നേരിടുന്ന അത് അഭിനന്ദനങ്ങളും അഭിവാദനങ്ങളൊക്കെയാണ്, ബഹുമതികളാണ്. അതല്ലാത്ത വല്ല പ്രശ്നങ്ങളും നേരിടുന്നുണ്ടോ? അല്ലാത്തതില്ല, അങ്ങനെ പ്രശ്നമല്ല. 150 കോടിയുള്ള ജനങ്ങളുള്ള ഇന്ത്യയിൽ 1-2 ആൾ പറഞ്ഞാലൊന്നും ആളുകൾക്ക് അറിയില്ലല്ലോ. പിന്നെ ഇത്രയും ആളെ മയ്യത്ത് കയറ്റിവിട്ട് ഓരോ കുടുംബക്കാരോ ഓരോ ബന്ധക്കാരോ ഒന്നും ഇതിൽ പ്രതികരിക്കില്ല. ഇത് സത്യം അറിയുന്നവർക്കുണ്ട്. സത്യം അറിയാത്തവർ പലതും പറയും. അത് നമ്മളവരെ സോഷ്യൽ മീഡിയയിൽ താങ്കളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് അപവാദങ്ങളും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ അറിയുക, ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് കൂടിയാണ് നമ്മുടെ ഒരു സംസാരത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇപ്പോൾ അതിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം, ഈ ഒരു ഡെഡ് ബോഡിക്ക് വേണ്ടി വരുന്ന ചിലവുകളേക്കാൾ വളരെ കൂടുതൽ തുക താങ്കൾ കൈപ്പറ്റുന്നു എന്നുള്ളതാണ്.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബോഡി നാട്ടിലെത്തിക്കാൻ എത്ര ചിലവ് വരുന്നുണ്ട്? അവർ പറയുന്നത് ഒരാൾ മരിക്കുമ്പോഴേക്ക് 8,500 ദിർഹംസ് നമ്മളെ കയ്യിൽ കൊണ്ടു തരുന്നു. അപ്പോൾ UAE-യോ GCC എവിടെ ലോകത്ത് എവിടെ ആയാലും ഇവിടെ ഒന്നും ഒരു ഇൻഷുറൻസ് കമ്പനിയോ ഈ കമ്പനിയിലെ ആളുകളായിരിക്കും മരണപ്പെടുക. ഇവരൊന്നും ഒരു ബുദ്ധി വിവരമില്ലാത്ത ആളുകളാണോ? അങ്ങനത്തെ ഇത് കൊണ്ടു തരും. പിന്നെ ഇവരിപ്പം ഞാൻ ഏതെടുത്ത വീഡിയോ വിട്ടിരിക്കുന്നത് 3,500 ദിർഹംസ് മതി. അതിന് മുമ്പ് വേറെ അടുത്തും വിട്ടിരിക്കുന്നത് 5,500 മതി. ഇതൊന്നും മയ്യത്ത് പെടത്തൂല, ഇത് അവിടെ നിൽക്കും. പിന്നെ ഹിന്ദുക്കളായാലും ക്രിസ്ത്യൻസ് ആയാലും ഇതിനൊക്കെ അവിടെ മറവ് ചെയ്യണമെങ്കിൽ പൈസ വേണം, ഇവിടെ കൊണ്ടുവരണമെങ്കിൽ പൈസ വേണം. ഇത് ബോഡി കൊണ്ടുവരാൻ തന്നെ എംബാമിങ്ങിന് പെട്ടിക്ക് മാധവർ പറഞ്ഞത് 600 റുപ്യ. ഇന്നലെ ഇപ്പോൾ കോഴിക്കോടത്തൊരു പരിപാടി ആണ് എടുത്ത പറഞ്ഞത് 850 പെട്ടിക്കുള്ളൂ. അവർക്ക് ഇത് ഗവൺമെൻറ് കൊടുക്കുന്ന സാധനം, ഇത് ഞാനോ നിങ്ങളോ കൊടുക്കുന്നതല്ല, മീഡിയക്കാർ കൊടുക്കുന്നതല്ല. 1,840 ദിർഹംസ് ഈ പെട്ടിക്ക് കൊടുക്കണം. അത് ഓരോ പെട്ടിയിലെ എടുക്കാൻ പറ്റും. ഓരോ അവിടെ നിന്ന് സീലടിച്ചിട്ട് പോലെ നമ്മൾ വിടുകയും ചെയ്യും. പിന്നെ എംബാം ചെയ്യാനുള്ള ഇഞ്ചക്ഷൻ വെക്കുകയും ചെയ്യാം. അതിന് 1,840 കൊടുക്കണം. ഇവർ തന്നെ 4-5 വർഷം മുമ്പ് ഈ വീഡിയോ വിട്ട വ്യക്തി തന്നെ എല്ലാവരും തെറ്റിദ്ധരിപ്പിച്ച് ഈ മുസ്ലിംസ് തന്നെ സുന്നി മുജാഹിദ് ജമാഅത്ത് പല ആളുകളുണ്ടാവും, അത് ഓരോരോ വൈകീപിച്ചോട്ടെ. ഈ ലിവർ മൊത്തം കിഡ്നിയും ബ്ലഡൊക്കെ എടുത്തിട്ടാണ് എംബാം ചെയ്തതെന്നുള്ളൊരു വീഡിയോ വിട്ടിരുന്നു, കേട്ടിരുന്നോ? ഇവർ ഒരു മുക്കത്തുള്ള സ്വദേശി ഒരുത്തർ പൈസ കൊടുത്തിട്ട് പെരുന്തമണ്ണ എടുത്തിട്ട് കൊണ്ടാണ് ഇത് പിടിപ്പിച്ച്. അപ്പോൾ എന്നോട് ആൾക്കാരൊക്കെ പറഞ്ഞ സർക്കാരുകൾ പ്രതികരിക്കാറപ്പോൾ ഞാൻ പല ആളുകളോട് കാണിച്ചു കൊടുത്തു, ഇതാണ് എംബാമിങ്ങിൻ്റെ സിസ്റ്റം. ഇത് GCC എല്ലാ സ്ഥലത്തും. അതായത് ഈ 1,800 പെട്ടിക്ക് കൊടുക്കുന്നതിന് പുറമെ നമ്മൾ 1,290 കൊടുക്കണം. 1,290 ഇഞ്ചക്ഷൻ കൊടുക്കണം. ആ പൈസ കൊടുക്കണം. പിന്നെ വിസ ക്യാൻസലാണ് 240 ദിർഹംസ് കൊടുക്കണം. ഡെത്ത് സർട്ടിഫിക്കറ്റ് 115 വേണം. ടൈപ്പ് ചെയ്യാൻ 100 റുപ്യ 50 രൂപ, നമ്മളെ പോലെ 10-50 വാങ്ങും ആൾക്കാർ. നമ്മൾ അറിയുന്നതാകുമ്പോൾ അത്ര പൈസ വാങ്ങില്ല. പിന്നെ 136 കോപ്പി എടുക്കണം. കോപ്പി ഇതുവരെ ആൾക്കാർ ഫ്രീ ആയിരുന്നല്ല, എവിടെയൊന്നും പൈസ വാങ്ങില്ല. ഇപ്പോൾ ഞാൻ ഇവർ വീഡിയോ വിട്ടതിന് ശേഷം ഞാനിതിന് പോകില്ല. എന്തിനാ പറയുക, നമ്മൾക്ക് വേണ്ടിയിട്ട് വലുതാ ചെയ്യുന്നത്. ഇവിടെ ഞാൻ പോകില്ല. ഞാൻ പറയും നിങ്ങൾ പൈസ കൊടുത്ത് ചെയ്യുന്ന അറിയും. വരുന്നവരോട് ആൾക്കാരും ആരാ കമ്പനിക്കാരുടെ പറയും പൈസ കൊടുത്തേക്ക്. എന്തിനാ ടോട്ടൽ ഒരു ബോഡി അയക്കാൻ എത്ര ചിലവാകും? അപ്പോൾ 6,000 കൂടുതൽ വരും. 6,000. പിന്നെ റാസൽ കൈമേന്നും പൂജേറൊന്നും മരണപ്പെട്ടാൽ 1,500 എക്സ്ട്രാ വരും. അതൊക്കെ വരെ വീഡിയോ കണ്ട് കിട്ടിയ കൊണാട്ടോ. ഇതിൽ വീഡിയോ ഇട്ടിട്ട് ഇത്ര പൈസ ആംബുലൻസ് ഫ്രീ ആണ്. ഈ മലയാളികൾ തന്നെ പല സെക്ടറിലും ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഇവർ തന്നെ വീഡിയോ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും ഈ ഉദ്യോഗസ്ഥന്മാർക്ക്. ഇപ്പോൾ റാസൽ കൈമ ഫുള്ള് ഫ്രീ, 24 മണിക്കൂർ ഫ്രീ. അവിടെ ഒരു പൈസ നിറച്ചെറിയാനാണ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, MCCൻ്റെ അവിടെ 1,575 കൊടുക്കണം റാസൽ കൈമ. പുജേറ എന്നാണെങ്കിൽ 2,000 കൊടുക്കണം. അതിൽ 4 പയ്യത്തോടെ 4 പൈസ കൊടുക്കണം. ഇപ്പോൾ 6,000 ദിർഹം ചിലവാകും അല്ലേ? 6,000 കൂടുതലാവും. 6,000 തരും. അത് ഒരാളോട് നിങ്ങൾ അത്രയാവും. പിന്നെ നമ്മൾ പൈസ വാങ്ങില്ല. പൈസ നമ്മളായിട്ടൊരു ബന്ധം. ഈ നിങ്ങളെ മീഡിയ കാണും പല ആളുകളുണ്ടാവും, പല ബന്ധക്കാരും മയ്യത്ത് കയറ്റിയിട്ടുണ്ടാവും. ആരോ നമ്മളെ പൈസ തരും, അല്ല പൈസ വാങ്ങും. ഞാൻ 1 ഉറുപ്പ്യ അടിച്ച ഒരാളും പറയില്ല. ഉറപ്പാണ് പറയുന്നത്. ഇവർ കൊണ്ടുപോയി പൈസ കൊടുത്തിട്ട് ഇവർക്ക് ബില്ല് കിട്ടും. ചില വലിയ വലിയ കമ്പനിക്ക് ഇൻഷുറൻസ് പൈസ കൊടുക്കും. അത് നമ്മളെ 2,500 തന്ന് 3,000 ചിലവാക്കി ആ ഒരു സംവിധാനം UAE-ലില്ല. അപ്പം ഇതിന് പിന്നെ എമിറേറ്റ്സ് എയർലൈൻസാണ് പൈസ കൂടും, അബുദാബിന്നാണോ ഇത്യാദിന് പൈസ കൂടും, ഇൻഡിഗോന് പൈസ കൂടും, അല്ല സ്പൈസിൻ്റെ പൈസ കൂടും. എയർ അറേബ്യക്കും ഇൻഡിഗോൻ്റെ നോർമൽ. ഇൻഡിഗോ കേരളത്തിലൊന്നും ബോഡി കയറ്റില്ല. പിന്നെ എയർ അറേബ്യ ചെറിയ ഫ്ലൈറ്റാണ്, ഒരു ബോഡിയെ കയറ്റുക. പാസഞ്ചറിലെ ഫുള്ള് ലോഡും നല്ല കയറ്റും. ഇവർക്ക് പല സ്ഥലത്തുനിന്നും ബോഡി വരും UAE നല്ലാണ്ട്, അതൊന്നും പോയി കയറ്റില്ല. ഇത് 24 മണിക്കൂർ ക്യാറ്റിൻ്റെ ഫ്ലൈറ്റ് നമ്മൾ എയർ ഇന്ത്യ ഉള്ളൂ. അതിന് 2,900 ദിർഹംസ് കൊടുക്കുക തന്നെ വേണം. ഷാർജയിലാണെന്നെങ്കിൽ 245 വേറെ കൊടുക്കണം. പിന്നെ 15 റുപ്യ ഷാർജ എയർപോർട്ട് 16 റുപ്യ കൊടുക്കണം ഇതിന് പാർക്കിങ്ങിന്. പിന്നെ ഇന്ത്യൻ്റെ ഒരുപാട് സ്ഥലത്തൊക്കെ എയർ ഇന്ത്യ എക്സ്പ്രസ്സേ ഉള്ളൂ, വേറെ ഫ്ലൈറ്റ് ഒന്നും ഓടുന്നില്ല. ഇതിൽ പിന്നെ എംബസിയിൽ നിന്ന് ഒരു എമൗണ്ട് കിട്ടും. എംബസി 4,000 കിട്ടുന്നത് ഇവർ പറഞ്ഞിരുന്നു. 4,000 ദിർഹംസ് എംബസിയിൽ കിട്ടുന്നത്. എനിക്ക് ഇത്രയും ജനങ്ങളുടെ സ്ഥലത്താണ് ഇന്ത്യ ഗവൺമെൻറ് പ്രവാസി അവാർഡ് തന്നല്ലേ. ഒരു സ്വർണത്തിൻ്റെ ഇതൊരു ഇതാ തന്നത്. അത് ഇത്രയും ജനങ്ങളെടുത്താൽ മുമ്പ് തിരിച്ചു കൊടുക്കും. 1 ദിർഹംസ് എംബസിക്കാർ തന്നു തരണം. ഈ എംബസിയാണ് കളിക്കുന്ന കളിയാണോ? ഒരു ഇന്ത്യൻ എംബസിയാണ് ഇന്ത്യൻ്റെ പ്രധാനത്തിൻ്റെ പവറാണ്. അതാണല്ലോ അംബാസഡർക്കല്ലേ. ഒരു വിവരവും വെള്ളിയാഴ്ച ഇല്ലാത്ത ആളുകളൊന്നല്ല, ഒരു നല്ല ബുദ്ധിയും വിവരവും പഠിച്ച് നല്ല ഉന്നത സ്ഥാനം തിരിക്കുമല്ല. ഒലിനോട് ഒരു അംബാസഡർ പറഞ്ഞതാണോ 28 സ്റ്റേറ്റ് ഉണ്ട് ഇന്ത്യയിൽ, ഒരു മലയാളം സ്റ്റേറ്റ് അല്ല. ഒരു വാക്കിന് 6 പേരെ വെക്കുന്ന വെച്ച്. അപ്പോൾ സത്യമല്ലാണോ ഒരു എതിർക്കൂലേ? ഇന്ത്യയിൽ
പോലീസും CBI ഇന്റർപോളൊന്നും ഇല്ലേ? ഇല്ലേ? ഇത് പറയുന്ന ആളുകൾ തന്നെ പല കേസും പ്രതികളാണ്. അത് തന്നെ ഗവൺമെൻറ് അന്വേഷിക്കില്ല. ഇപ്പം അറിയുന്നവൻ്റെ പേരിൽ 3 കേസ് ഓൾറെഡി ഉണ്ട്. ഒരുത്തൻ്റെ പേരിൽ മുക്കത്തെ കുഞ്ഞിനെ കൊലപാതക കേസുണ്ട്. അത് അവൻ തന്നെ വിട്ട വീഡിയോ ഉണ്ട്, ഓഡിയോ ഉണ്ട്. അത് കമ്മീഷണർ കേൾപ്പിച്ച് കൊടുത്തിരുന്നു കോഴിക്കോട്. ഇപ്പോൾ നിങ്ങളെ പേരിൽ എന്തെങ്കിലും കേസുണ്ടോ? ഇന്ന് വരെ അല്ല, ആദ്യമല്ല ഇപ്പോഴും ഇല്ല. നിങ്ങളെന്തെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടോ? ഇപ്പോൾ ലാസ്റ്റ് കൊടുത്തു. ഞാനൊരു ഡൽഹി പോയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു വീഡിയോ കണ്ട്, അപ്പോൾ അവിടെ കേസ് കൊടുത്തു. ഇതുവരെ കൊടുത്തില്ല, ഞാൻ കൊടുത്തിട്ട് മാസമായിട്ടല്ല. പിന്നെ വേറെ ഓൾറെഡി കള്ളപ്പെട്ടൊരു കേസുണ്ട്, അത് ജാമ്യത്തിലറിയാം. പിന്നെ വേറൊരുത്തർ തിരൂരങ്ങാടി മലപ്പുറത്തുകാരനൊരുത്തരെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അത് കേസ് കൊടുത്തത്. പിന്നെ നമ്മുടെ MP രാഘവേട്ടന്, കോഴിക്കോട് കലക്ടർ, പിന്നെ സുശീൽദാസൻ IPS കാരന്, പിന്നെ ഹൈദർത്തങ്ങൾ, മുനീർ സാഹിബ്, ഇവരെ കൊണ്ടൊക്കെ ഇപ്പം പറയും. ഇപ്പം ഇന്ന് നിങ്ങൾ കൊണ്ടുവരും, നാളെ എന്നെ കൊണ്ടറിയും. പിന്നെ അതൊരു തൊഴിലാണ്. ഇതെന്താ പ്രശ്നം വെച്ചാൽ പല സ്ഥലത്തും ഞങ്ങൾ പോയി അന്വേഷിച്ചപ്പോൾ ആരും കേസ് കൊടുക്കില്ല. കേസ് കൊടുക്കും കോടതിയിലാണ്. പോലീസ് കേസ് എടുക്കാൻ കഴിയില്ല. കോടതി കേസ് എടുക്കാൻ 2-3 വർഷം അതിൻ്റെ വയ്യിൽ നടക്കണം. അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യും? ഒഴിവാക്കണം. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ അങ്ങനത്തെ ആൾക്കാരാണ്. നാളെ ഒരാൾക്കൊണ്ട് ചെയ്യില്ലേ. ഇപ്പോൾ പനമരത്തുള്ള എന്താ മൂപ്പര പേര്, ഫ്ലവേഴ്സിൻ്റെ മൂപ്പരെ കൊണ്ട് പറ്റി പറഞ്ഞിരിക്കുന്നത്. ആരെങ്കിലും മരിക്കല്ലേ? മൂപ്പരൊക്കെ പറ്റ സാധു മനുഷ്യനാണ്. പല ആൾക്കും പല ഉപകാരം ചെയ്യുന്നവനാണ് അറിയാണ്ട്. ഈ ആലുകൾ മുഹമ്മദ് അലിഖാൻ്റെ ആണ്. ഫ്ലവേഴ്സ് തന്നെ ആർക്കും ഓർമ്മയില്ല. ഞാൻ ഇതിന് മുമ്പ് തിരുവനന്തപുരം ഒരു പരിപാടി കണ്ടപ്പോൾ ഒരു അട്ടപ്പാടി സ്ഥലത്ത് 60 വീട് വെച്ചെടുത്തു. അപ്പോൾ പബ്ലിസിറ്റി ഉണ്ടോ? അങ്ങനത്തെ മൂപ്പരെ പറ്റി പറഞ്ഞു. മൂപ്പരെന്ന് പറഞ്ഞാൽ അവനെ അല്ല കൊടുത്തോളൂ, നമ്മൾ പറയണ്ടാന്ന്. പിന്നെ ഗസാലി പറഞ്ഞൊരു സ്ഥലമല്ലേ പനമരത്തുള്ള, അയാളെ പറ്റി പറഞ്ഞത്. പിന്നെ കോഴിക്കോട് ജയിലിൽ കുടിയില്ല സൗദിയിലെ, അവരെ പറ്റി പറഞ്ഞത്. ഇവരിതന്നെ ആരും പ്രതികരിക്കുന്നില്ല. അതാണ് പ്രശ്നം.